ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെക്കണം. പിന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നമ്മൾ സവാളയും കൂടെ ഒന്ന് പൊരിച്ച് വെക്കണം. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പൊരിച്ച് മാറ്റി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് വഴറ്റണം. അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ടാൽ പെട്ടെന്ന് വാടി വരുവേ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതും ഒന്ന് വാട്ടിയെടുക്കണേ. അതിലേക്ക് നമ്മളൊരു 2-3 തക്കാളി അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. തക്കാളി പേസ്റ്റ് ആക്കി ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. പിന്നെ നമ്മൾ ഒരു 2-3 പച്ചമുളകും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അതൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, പിന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണിയുടെ മസാലയും കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് നന്നായിട്ട്, മല്ലിപ്പൊടിയൊന്നും ചേർക്കണ്ട, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി അരപ്പും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് വരട്ടി വേവിച്ചെടുക്കണം. ചിക്കനിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കൻ്റെ അകത്ത് അതിലുള്ള വെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് വെന്ത് വരണം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നാരങ്ങ ഒഴിക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ഒഴിക്കുന്നത്. പിന്നെ തൈര് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് തൈര്, പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ട് വരണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കുന്നത് കാണിച്ചു തരാമേ. കുക്കറിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരി അളന്നെടുത്തിരിക്കുന്നത്. ആ പാത്രത്തിൽ 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ചോറ് കുക്കറിൽ വേവിക്കേണ്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നെയ്യിലൊന്ന് ഇതാക്കിയിട്ട് ബാക്കി പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മല്ലിയില, പച്ചമുളക്, കുറച്ച് നാരങ്ങ നീര്, ബിരിയാണിയുടെ എസൻസും കൂടെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഉപ്പ് കൂടി പോകാൻ ശ്രദ്ധിക്കണേ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്നിട്ട് 2 വിസിൽ, ഒരു 3 വിസിൽ അടുപ്പിക്കണം കേട്ടോ. കുക്കറിൽ ഒരു 3 വിസിൽ അടുപ്പിച്ച് ഒരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കണം. അതിനകത്തേക്ക് നമ്മൾ നെയ്യിലൊന്ന് വാട്ടിയ ക്യാരറ്റും മല്ലിയിലേക്ക് ഇട്ട് നമ്മൾ ദം ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ അടിയിൽ മസാലയും മേളിൽ ചോറും വരുന്ന രീതിയിലാണ് ദം ചെയ്യാൻ വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊരിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. അതിപ്പോൾ ഒരു കളർ കിട്ടും നമ്മൾ ചോറിൽ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ദം ചെയ്യാൻ വയ്ക്കാം. ദം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഗരം മസാല വിതറി കൊടുത്താൽ നല്ലൊരു മണം വരുവേ. ഇതാ അടിപൊളിയായിട്ട് എൻ്റെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ന്യൂ ഇയറിന് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ.